ഹായ്, ഇന്ന് വീണ്ടും ഓൾഡ് സീലിംഗ് ഫാനിൻ്റെ ലീഫ്. അപ്പോൾ 2 ലീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 ലീഫ് വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടലായിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഇതേപോലെ ലീഫ് വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലീഫ് വെച്ചിട്ടായിരുന്നു നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് 2 ലീഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടലൻ ഐറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ അതാ ഇന്ന് നമ്മൾ 2 ഫാൻ ലീഫാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഫിറ്റിങ്ങിനുള്ള ക്ലാമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ പിറക് സൈഡിൽ 3 ആണി ഉണ്ടാവും. ആ ആണി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തെള്ളി കൊടുത്താൽ ആ ക്ലാമ്പ് നമുക്ക് വളരെ ഈസിയായി മാറ്റിയെടുക്കും. അപ്പോൾ 2 ലീഫിനും നമ്മൾ ആ ക്ലാമ്പ് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ലീഫിൽ നിന്ന് ആ ക്ലാമ്പ് നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ പലകത ഈ ലീഫിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ആ പലക ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഫാൻ ലീഫ് നമ്മൾ ഇതേപോലെ വളച്ചെടുക്കുന്നുണ്ട്. എൽ ഷേപ്പിൽ നമ്മൾ വളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലീഫ് നമുക്ക് ഒരേ അളവിൽ വെച്ചതിന് ശേഷം ഇതേപോലെ വളച്ചെടുക്കണം. അപ്പോൾ അത് 2 ലീഫുകൾ നമ്മൾ എൽ ഷേപ്പിൽ വളച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ 2 വുഡ് പീസുകളാണ്. ഇത് 35 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തത്. അതിന് മുകളിൽ നമുക്ക് ഇതേപോലെ ഫാൻ ലീഫുകൾ വെച്ചതിന് ശേഷം ആ ഫാൻ ലീഫുകൾ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആദ്യം നമ്മൾ വലിയ ആണി കൊണ്ട് ഹോള്, അതായത് ഫാൻ ലീഫിന് ഹോള് തയ്യാറാക്കിയതിന് ശേഷം ചെറിയ 1/2 ഇഞ്ച് ആണി കട്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ വുഡ് പീസിൽ നമ്മൾ 2 ലീഫും ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ വുഡ് പീസ് ഇതേപോലെ മുകൾ ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതും അതേപോലെ തന്നെ ആണി കൊടുത്ത് ഫിറ്റ് ചെയ്തെടുക്കാം. 2 ഫാൻ ലീഫും വുഡ് പീസിൽ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ അതായത് കുറച്ച് റെസ്റ്റ് വരുന്നുണ്ട്. ആ റെസ്റ്റുകളൊക്കെ ഒന്ന് ഇതേപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിന് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് കളറാണ് ഇതിനായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഫിന് മാത്രം അടിച്ചെടുത്താൽ മതി. അതായത് മുൻഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ പിറഭാഗത്തും ലീഫിന് നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ അത് ലീഫിന് പെയിൻറ്റ് അടിച്ചു. അത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മാസ്കിൻ ടേപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് 1 ഇഞ്ച് വീതിയുള്ള മാസ്കിൻ ടേപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ ലീഫിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് 2 ലീഫിലും നമ്മൾ ഇതേപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ലീഫിലും നമ്മൾ മാസ്കിൻ ടേപ്പ് പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈർച്ചപ്പൊടി, മരമില്ലിൽ നിന്ന് കിട്ടുന്ന പൊടി. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തത് ഫെവിക്കോൾ SH ആണ്. ആ ഫെവിക്കോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്ത്, അതായത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാത്ത ഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മരത്തിൻ്റെ പൊടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമ്മളത് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഗം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ മരപ്പൊടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വിതറി എടുക്കുന്നത്. രണ്ട് ലീഫിൽ നമ്മൾ മരത്തിൻ്റെ പൊടി വിതറിയെടുത്തു, ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്ന, അതായത് 2 ലീഫിൻ്റെ നടുഭാഗത്ത് വരുന്ന വുഡ് പീസിലും അതേപോലെ തന്നെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മരപ്പൊടി വിതറിയെടുക്കാം. അപ്പോൾ അത് ലീഫിലും അതിൻ്റെ നടുഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ മരപ്പൊടി വിതറിയെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം. കമഴ്ത്തി പിടിച്ചതിന് ശേഷം തട്ടി കൊടുത്താൽ കൂടുതലുള്ള മരപ്പൊടിയൊക്കെ തൊഴിഞ്ഞു പോകും. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ മരപ്പൊടിയൊക്കെ തൊഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒട്ടിച്ച സ്റ്റിക്കർ നമുക്ക് പൊളിച്ച് മാറ്റാം.
അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം അടിഭാഗം വരുന്ന ഭാഗവും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ വുഡിൻ്റെ ഒക്കെ സൈഡ് ഭാഗങ്ങളും നമുക്ക്, അതായത് പുറം ഭാഗത്തേക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ മരപ്പൊടി പൊതിഞ്ഞെടുക്കണം. അപ്പോൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ മരപ്പൊടി പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് നമ്മൾ ഒട്ടിച്ച സ്റ്റിക്കറും പൊളിച്ച് മാറ്റാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് കുറച്ച് നേരം നമുക്ക് ഉണക്കിയെടുക്കണം. ഒരു 2-3 മണിക്കൂർ നമുക്കൊന്നത് വെയിറ്റ് ചെയ്യാം. അതിന് മുൻപ് നമ്മൾ ഇതേപോലെ 2 പെയിൻറ്റ് ടിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 1 ലിറ്റർ എമൽഷൻ പെയിൻ്റൊക്കെ വരുന്ന ടിന്നാണ്, പ്ലാസ്റ്റിക് ടിന്നാണ്. അത് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മൂടി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 ടിന്നും നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ 2 ടിന്നും ഇനി നമുക്ക് അതേപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം, ഗം അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ മരത്തിൻ്റെ പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അത് 2 ടിന്നിൻ്റെയും പുറംഭാഗം നമ്മൾ മരത്തിൻ്റെ പൊടിയിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡ് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചെറിയ പീസുകളായി കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൽ നിന്ന് ലീഫുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10-50ഓളം പീസുകൾ ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ലീഫിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മരത്തിൻ്റെ പൊടിയിൽ നമ്മൾ ഇതേപോലെ വിതറി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലീഫുകളും നമുക്ക് ഒരു സൈഡിൽ ഇതേപോലെ നമ്മുടെ മരത്തിൻ്റെ പൊടി പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അത് എല്ലാ ലീഫുകളെയും നമ്മൾ മരത്തിൻ്റെ പൊടി വിതറി ഒട്ടിച്ചെടുത്തു. ഇനി അതൊന്ന് വെയിറ്റ് ചെയ്യാണ്, ഒക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഇനി നമ്മുടെ ആദ്യം നമ്മൾ ചെയ്ത് വെച്ച നമ്മുടെ ടിന്നിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 ലീഫുകളൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവർ നമ്മൾ ഇതേപോലെ പെയിൻറ് ഉപയോഗിച്ചിട്ട്, ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ 2 ടിന്നിൽ നമ്മൾ ഫ്ലവറുകൾ വരച്ചെടുത്തു. പിന്നെ അത് ലീഫിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മരത്തിൻ്റെ കമ്പാണ്. ആ മരത്തിൻ്റെ കമ്പ് തൊലി കളഞ്ഞതിന് ശേഷം അത് ഗോൾഡൻ കളർ അടിച്ച് നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് 2 ലീഫ് വരുന്നതിൻ്റെ നടുഭാഗത്തായിട്ട് വുഡിൽ നമുക്കിത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോള് തയ്യാറാക്കിയതിന് ശേഷം സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ഭാഗത്തായിട്ട് നമ്മൾ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ കമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ലീഫുകൾ നമുക്ക് ഈ മരത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. സൈഡ് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ഈ മരത്തിൻ്റെ എല്ലാ കമ്പുകളിലേക്കും നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മരത്തിൽ ലീഫുകളൊക്കെ ഒട്ടിച്ച് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡ് ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പോട്ട്, നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത പോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾഡ് ഫാൻ ലീഫുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ അതാ നമുക്കിത് 2 ഭാഗത്തായിട്ട് നമ്മൾ ചെടിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകൾ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്ലവറുകൾ കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഓവർ വെയിറ്റ് വെക്കരുത്. ഇത് ചകിരിച്ചോറാണ് നമ്മൾ ഇതിൽ നിറച്ചത്. അപ്പോൾ ചകിരിച്ചോറ് നിറയ്ക്കുമ്പോൾ ഓവർ വെയിറ്റ് വരില്ല. അപ്പോൾ മണ്ണ് ഒഴിവാക്കിയിട്ട് നമുക്ക് ചകിരിച്ചോറ് നിറച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ചെടി വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് നമുക്ക് ചെടി വെക്കാം. അപ്പോൾ നമ്മളൊരു ഹാഫ്
മാത്രമേ വെള്ളം വെക്കാവൂ. ഈ പോട്ടുകളിൽ ഹാഫ് വെള്ളം വെക്കാവൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.